അമീബിക് മസ്തിഷ്ക ജ്വരവെള്ളത്തിൽ കുളിച്ച് സഖാക്കൾ. PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് AIYF-ന്റെയും AISF-ന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ന് ഒരു മാർച്ച് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന് അവിടെ എത്തിയപ്പോൾ തന്നെ മാർച്ച് ബാരിക്കേഡ് കൊണ്ട് പോലീസ് തടഞ്ഞു. പിന്നീട് നമുക്കറിയാമല്ലോ, ഒരു മാർച്ചിനെ പിരിച്ചുവിടാൻ വേണ്ടി വരുൺ, അതായത് ജലപീരങ്കി, ആ ജലപീരങ്കിയിൽ നിന്ന് വെള്ളം ചീറ്റി സമരക്കാരെ ഓടിക്കുന്ന ഒരു രീതിയാണ്. അവിടെ കൊണ്ടും പിരിഞ്ഞു പോയില്ലെങ്കിൽ പിന്നീടാണ് ലാത്തിച്ചാർജ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. ആദ്യം ഈ ജലപീരങ്കി കൊണ്ട് പ്രവർത്തകരെ ഒഴിപ്പിക്കാൻ നോക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ആദ്യഘട്ട നടപടി. അതിന്റെ ഭാഗമായി AISF AIYF പ്രവർത്തകർക്ക് എതിരായി ജലപീരങ്കി പ്രയോഗിച്ചു. ആ വെള്ളവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ആ വെള്ളം 3 തവണയാണ് ജലപീരങ്കി ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം കട്ട ചെളി വെള്ളമാണ് പ്രവർത്തകരുടെ നേരെ ഉപയോഗിച്ചതെന്നാണ് പ്രവർത്തകർ പറയുന്നത്, കട്ട ചെളിയുള്ള വെള്ളം. രണ്ടാമതായി മഞ്ഞ നിറത്തിലുള്ള വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. മൂന്നാമതായിട്ട് സെപ്റ്റിക് ടാങ്കിലെ ദുർഗന്ധമുള്ള വെള്ളമാണ് തങ്ങളുടെ മേൽ ഒഴിച്ചിരിക്കുന്നത് എന്നാണ് പ്രവർത്തകരുടെ പരാതി. ഇത് തന്നെ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MLA-യുമായ K. രാജൻ പറഞ്ഞിരിക്കുകയാണ്. ചെളിവെള്ളമാണ് വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെയും നേരെ അടിച്ചത്. ചെളിവെള്ളം മാത്രമല്ല, ചൊറിച്ചിലുണ്ടാക്കുന്ന സാധനങ്ങളിട്ട ചെളിവെള്ളമാണ് വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും നേരെ അടിച്ചത്. ഡെങ്കിപ്പനിയും വിവിധങ്ങളായിട്ടുള്ള പനികളും പടർന്നു പിടിക്കുന്ന സമയത്ത് ചെളിവെള്ളം കൊണ്ടുവന്ന ആളുകളുടെ നേരെ അടിക്കുകയാണ്. ഈ വെള്ളം വീണ സഖാക്കൾ മുഴുവൻ ചൊറിച്ചിലാണ്. കാരണം ഇത് എന്തായാലും തന്നെ ശുദ്ധജലമല്ല. സാധാരണ വാട്ടർ അതോറിറ്റിയിൽ നിന്നാണ് ഇത്തരം ഈ ജലപീരങ്കിയിൽ വെള്ളം നിറയ്ക്കുന്നത്. എന്നാൽ അവിടെ നിന്നല്ല, ഏതോ സെപ്റ്റിക് ടാങ്കിലെ വെള്ളമാണ് തങ്ങളുടെ മേൽ ഒഴിച്ചതെന്നാണ് AISF AIYF പ്രവർത്തകരുടെ പരാതി. നേതാക്കളുടെയും പരാതി അത് തന്നെയാണ്. കാരണം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. SFI-യോ DYFI-യോ വല്ലതും സമരം നടത്തുമ്പോൾ അങ്ങനെ ഇത്തരത്തിൽ ഒഴിക്കാറില്ല. കാരണം അവരുടെ നേതാക്കൾ ശക്തരാണ്, അവർ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാകും. ഇത് AISF-ഉം AIYF-ഉമാണ്. ആരൊക്കെ ചോദിക്കാനും പറയാനുമുള്ളത് ഈ K. രാജൻ പോലുള്ള സഖാക്കൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കാം ഈ പാവപ്പെട്ടവരുടെ മേൽ ഈ പറഞ്ഞ സെപ്റ്റിക് ടാങ്കിലെ വെള്ളം അല്ലെങ്കിൽ ചെളി കടന്ന വെള്ളം എടുത്ത് ഒഴിച്ചത്. ഏതായാലും പ്രവർത്തകർ ഇപ്പോൾ ചൊറിച്ചിലാണ്. വീട്ടിനകത്ത് കയറ്റുമോ എന്നുള്ള കാര്യം തന്നെ പേടിയാണ്. കാരണം ഇതിനകത്ത് ഒരു പ്രശ്നം വന്നിരിക്കുന്നത്, ഇന്ന് സഭ കൂടിയപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഒരു കവറുമായിട്ടാണ് വന്നത്. അദ്ദേഹം കവറ് എടുത്തിട്ട് അതിനകത്തു നിന്ന് ഒരു കുപ്പി എടുത്തു. ആ കുപ്പിക്കകത്ത് മലിനജലമാണ്. പിണറായി വിജയൻ പറഞ്ഞത് ഈ മലിനജലമാണ് AIYF AISF പ്രവർത്തകർ മേൽ ഈ പോലീസുകാർ ഒഴിച്ചത്. ഇത് അമീബിക് മസ്തിഷ്ക ജ്വരം ഉള്ള വെള്ളമാണ്. അതുകൊണ്ട് ഈ സഖാക്കൾക്ക് മേൽ AISF AIYF സഖാക്കൾക്ക് മേൽ പോലീസ് പ്രയോഗിച്ചിരിക്കുന്ന വെള്ളത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള അമീബിക് മസ്തിഷ്ക ജ്വരം അടങ്ങിയ അണുക്കളുണ്ട്. അതുകൊണ്ട് ഇത് പരിശോധിക്കണം, ഇത് പരിശോധിച്ച് നടപടിയെടുക്കണമെന്നാണ് പിണറായി വിജയൻ ഇന്ന് സഭയിൽ ഈ കുപ്പി ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞത്. ആ കുപ്പിയിൽ പകുതി വെള്ളമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. കേരളത്തിലെ AIYF-ഉം AISF-ഉം യുവജന വിദ്യാർത്ഥി സംഘടനകൾ സംയുക്തമായി ഇവിടെ നടത്തിയിരുന്നു നിയമസഭാ മാർച്ച്. ആ മാർച്ചിനെ നേരിട്ടത്
പോലീസ് നേരിട്ടത് അവർ ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ടാണ്. ജലപീരങ്കി സാധാരണ നമ്മുടെ സമരങ്ങളിൽ ഉപയോഗിക്കാറുണ്ടല്ലോ. പക്ഷേ വളരെ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായത്, രാവിലെ നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങളാണല്ലോ ചർച്ച ചെയ്തത്. ഈ വെള്ളമാണ് ഈ ചീറ്റിയത്. ഇത് തീർത്തും കലക്ക വെള്ളമാണ്, ഏതോ തോട്ടിൽ നിന്നെടുത്ത വെള്ളമായിരിക്കും. ഇവിടെ സാർ രാവിലെ നമ്മൾ അതിഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്തത്. ഇത് അമീബിക് മസ്തിഷ്ക ജ്വരമടക്കം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെള്ളമായിരിക്കും. അത്തരത്തിലുള്ളൊരു വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യം എന്താണ്? സാധാരണ വെള്ളം തന്നെ ഉപയോഗിക്കാമല്ലോ. ഇതാണ് പ്രശ്നം. ജലപീരങ്കി ഉപയോഗിച്ചോ എന്നത് സാധാരണ നടക്കുന്ന കാര്യമായിരിക്കും. പക്ഷേ വെള്ളം ഈ തരത്തിൽ ഉപയോഗിക്കാമോ? അതാണ് പ്രശ്നം. അത് ഗൗരവമായി ഗവൺമെൻറ് കാണേണ്ട ഒരു പ്രശ്നമാണ്. എന്താണ് ആഭ്യന്തരമന്ത്രിക്ക് അതിൽ പറയാനുള്ളത് എന്ന് അറിയുന്നത് നല്ലതാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇത് പറഞ്ഞപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത് ജലപീരങ്കി പ്രയോഗം സാധാരണയാണ്. സാധാരണ സമരത്തിൽ ഇത്തരം ജലപീരങ്കി ഉപയോഗിക്കാറുണ്ട്. അത് ഏത് സമരത്തിലായാലും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഒരു നാട്ടുനടപ്പ്. കാലാകാലങ്ങളായി അങ്ങനെയാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടക്കുമ്പോൾ ജലപീരങ്കി ഉപയോഗിക്കാറുണ്ട്. അതിലധികം അത്ഭുതവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ഒരു വിഷയം ഗൗരവമാണ്. കാരണം ഇത് അമീബിക് മസ്തിഷ്ക ജ്വരമുള്ള വെള്ളമാണെങ്കിൽ അത് വളരെ ഗുരുതരമാണ് എന്ന് ആഭ്യന്തരമന്ത്രി പറയുകയും ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ, ലാബിലേക്ക് അയക്കാൻ തയ്യാറാണ്, ഗവൺമെന്റ് തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തു. രാവിലെ സെക്രട്ടേറിയറ്റിലെ AIYF-ന്റെയും AESF-ന്റെയും പ്രവർത്തകർ നടത്തിയ ഒരു സമരത്തെ തുടർന്നാണ് അവിടെ ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നത്. കേരളത്തിൽ ആദ്യമായിട്ടല്ല ജലപീരങ്കി പ്രയോഗിക്കുന്നതെന്ന് മുൻ മുഖ്യമന്ത്രിക്ക് അറിയാവുന്ന കാര്യമാണ്. ബാരിക്കേഡിൻ്റെ പുറത്തേക്ക് ആളുകൾ കയറുമ്പോൾ സ്വാഭാവികമായി പോലീസ് ജലപീരങ്കി പ്രയോഗിക്കാറുണ്ട്. ജലപീരങ്കിക്കുള്ള വെള്ളമെടുക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്നാണ്. അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണ്. വാട്ടർ അതോറിറ്റിയിലെ വെള്ളമാണ് പോലീസ് ആ ടാങ്കറിൽ നിറയ്ക്കുന്നത്. അത് ആ വെള്ളം ചീറ്റിച്ച് കഴിഞ്ഞപ്പോഴാണ് അങ്ങ് ഈ പറഞ്ഞതുപോലൊരു സംഭവം ഉണ്ടാകും. ഒന്നിൽ പഴയ കാലത്ത് ഈ ടാങ്കറിൽ ഉണ്ടായിരുന്ന അഴുക്കാണോ എന്നറിയില്ല. ഏതായാലും ഈ വെള്ളം കണ്ടാമിനേറ്റഡ് ആണെന്ന് അങ്ങ് പറഞ്ഞതിന് ശരിയാണ്. അപ്പം ഞാനത് പരിശോധിക്കാൻ വേണ്ടി കമ്മീഷണർ ഓഫ് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വെള്ളം ലബോറട്ടറിയിലേക്ക് അയച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും ഗവൺമെൻറ്റിന് അങ്ങനെ ചിന്തയില്ല. വാട്ടർ അതോറിറ്റിയിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ്, വാട്ടർ ക്യാനെ നിറച്ചിട്ടാണ് ജലപീരങ്കി പ്രയോഗിക്കാറുള്ളത്. എല്ലാ കാലഘട്ടവും അങ്ങനെ തന്നെയാണ്, അല്ലാണ്ട് വേറെ എങ്ങൊന്നും എടുക്കില്ല. എന്താണ് ഈ വെള്ളത്തിൽ സംഭവിച്ചതെന്നുള്ളത് പരിശോധിച്ചിട്ട് ഞാൻ ഈ സഭയ്ക്ക് റിപ്പോർട്ട് ചെയ്യാം. ഒപ്പം തന്നെ സ്പീക്കറായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് ഇനി ഈ കാര്യത്തിൽ ചർച്ച വേണ്ട, കാരണം ഇനി ലാബിലെ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം നമുക്ക് ചർച്ച ചെയ്യാം. അതിൽ അമീബിക് മസ്തിഷ്ക ജ്വര അണുക്കളുണ്ട് എങ്കിൽ നമുക്കത് ചർച്ച ചെയ്യാം. എന്ത് തന്നെയായാലും ഈ AISF AIYF പ്രവർത്തകർ ഇപ്പോൾ ചൊറിച്ചിലാണ്. അവർക്ക് നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, ആരും അടുപ്പിക്കുന്നില്ല. കാരണം നാറ്റം കൊണ്ട് ആരും അവരെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. വീട്ടിലോട്ട് കയറാൻ വയ്യ. കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ ആ ഒരു പ്രകടനം, സഭയിലെ ആ ഒരു പ്രതിഷേധ പ്രകടനം ഇവരുടെ വീട്ടുകാരൊക്കെ കണ്ടതാണ്. അതോടുകൂടി ഈ സഖാക്കളെ ഇനി അവർ എങ്ങനെ വീട്ടിൽ കയറ്റും? കാരണം അമീബിക് മസ്തിഷ്ക ജ്വര വെള്ളത്തിൽ കുളിച്ച് വന്ന സഖാക്കളാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ വീട്ടിൽ അവരെങ്ങനെ കയറ്റും എന്നുള്ള ഭയപ്പാടിലാണ് വീട്ടുകാർ എത്തി നിൽക്കുന്നത്. ഒപ്പം ഇവരുടെ സുഹൃത്തുക്കളാരും തന്നെ ഇവരെ അടുപ്പിക്കുന്നില്ല. കാരണം ഈ സെപ്റ്റിക് ടാങ്കിലെ വെള്ളം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ മലിന വെള്ളമാണ്. മാത്രമല്ല അവർ ആരോപിക്കുന്നതാണ്. അതുകൊണ്ട് ആ കടുത്ത ദുർഗന്ധം കൊണ്ട് ഇവരെ സുഹൃത്തുക്കളായാലും സഖാക്കളായാലും ആരെയും അടുപ്പിക്കുന്നില്ല. അങ്ങനെ ഈ സമരത്തിൽ പങ്കെടുത്ത 10-30 സഖാക്കൾ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. നാറിയിട്ട് ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, ചൊറിഞ്ഞിട്ട് നിൽക്കാൻ വയ്യ, ചൊറിച്ചിലുകൊണ്ട് മുന്നോട്ട് നടക്കാൻ വയ്യ, അവിടെ തന്നെ നിന്ന് ചൊറിയുകയാണ്. അങ്ങനെ ഇത് കൂട്ടച്ചൊറിച്ചിലാവുമ്പോഴേക്കും ഈ ട്രാഫിക് ബ്ലോക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് മാറി നിന്ന് ചൊറിയുകയാണ്. പല സ്ഥലങ്ങളിലായി നിന്നുകൊണ്ട് ചൊറിയുകയാണ്. എന്തു തന്നെയായാലും ഇവരിപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്നു. അമീബിക് മസ്തിഷ്ക ജ്വര വെള്ളത്തിൽ ഇവരെ കുളിപ്പിച്ചതുകൊണ്ട് ഇവർ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നു, കൂട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നു, പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നു, വീട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട് മാറി നിന്ന് ചൊറിയുകയാണ്. എന്ത് തന്നെയായാലും സ്പീക്കർ പറഞ്ഞതുപോലെ ഇതിൻ്റെ രാസ പരിശോധനാ റിപ്പോർട്ട് വരട്ടെ. ഇതിനു മുൻപായിട്ട് ആർക്കെങ്കിലും ഈ അമീബിക് മസ്തിഷ്ക ജ്വര ബാധിച്ചെങ്കിൽ അവർ ആശുപത്രിയിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ ആരോഗ്യ സംവിധാനമാകെ തകരാറിലാകും. അങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ AIYF AISF പ്രവർത്തകർ
അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് നിരവധി പേർ നമ്മുടെ ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. അവരുടെ ഒപ്പം ഈ വിപ്ലവകാരികളായ സഖാക്കൾ, യുവസഖാക്കൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന കാഴ്ച നമ്മുടെ ആരോഗ്യ രംഗത്തിന് തന്നെ ഒരു നാണക്കേടായിട്ടുള്ള കാഴ്ചയാണ്. കാരണം അങ്ങനെ ഇവർ ഈ അട്ടിയിട്ട് ഇങ്ങനെ നിരന്ന് കിടക്കുന്ന കാഴ്ച സഹിക്കാൻ പറ്റാത്ത കാഴ്ചയാണ്. പക്ഷേ ഈ ചൊറിച്ചിൽ എന്തിന് ലക്ഷണമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഈ പോലീസുകാർ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഈ ടാങ്കിലെ തുരുമ്പ് കൊണ്ടാണ് ഇവർക്ക് ഈ അഴുക്ക വെള്ളമായിട്ട് തോന്നിയത്. ആ ദുർഗന്ധമൊന്നുമില്ല. ഇതിനകത്ത് ഈ അഴുക്ക് വെള്ളമായതുകൊണ്ട് അതിൻ്റെ തുരുമ്പ് കൊണ്ടാണ് ഈ ദുർഗന്ധമൊക്കെ അവർക്ക് അനുഭവപ്പെടുന്നത്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഇതിനകത്ത് കരുതിക്കൂട്ടിയൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ ഇവിടെ വരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മഴക്കാലമാണ്. അപ്പോൾ ഈ പോലീസുകാർ എവിടുന്നാണ് ഈ ശുദ്ധജലം കൊണ്ടുവരേണ്ടതെന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഒന്നാമത് ഈ വെള്ളത്തിനകത്ത് നിറയെ ഈ പറയുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം അടക്കമുള്ള നിരവധി ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന അവസരമാണ്. അതുകൊണ്ട് കൃത്യമായ ശുദ്ധജലം പ്യൂരിഫൈ ചെയ്തിട്ടുള്ള വാട്ടർ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പോലീസുകാർ ഇവിടെ നിന്നോ സംഘടിപ്പിച്ച ഈ വെള്ളമാണ്. പോലീസുകാർ പറഞ്ഞാൽ ഞങ്ങൾ ശുദ്ധജലം തന്നെയാണ് ഇതിനകത്ത് ശേഖരിച്ചിട്ടുള്ളത്, അത് തുരുമ്പ് കാരണമാണ് എന്നൊക്കെ പറയുന്നെങ്കിലും ഈ സഖാക്കൾ ചൊറിച്ചിലുകൊണ്ട് അവർക്ക് നിൽക്കാൻ വയ്യ. മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആരോഗ്യ രംഗത്തെ ആകെ തകിടം മറിക്കുന്ന രീതിയിൽ ഇത്രയും പേർക്ക് കൂട്ടമായി അമീബിക് മസ്തിഷ്ക ജ്വരം വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. എന്തു തന്നെയായാലും സ്പീക്കർ പറഞ്ഞ ആ ഒരു കാര്യമാണ് നമുക്ക് ആകെ ആശ്വാസം. ഇത് രാസ പരിശോധനയ്ക്ക് വിട്ടിരിക്കുകയാണ്. ആ പരിശോധന റിപ്പോർട്ട് ലാബിൽ നിന്ന് കിട്ടിക്കഴിയുമ്പോൾ മാത്രമേ നമ്മൾക്ക് ഇവരുടെ അസുഖം എന്താണെന്ന് അറിയുകയുള്ളൂ. ഈ സഖാക്കളൊക്കെ തന്നെ രാവിലെ തുടങ്ങിയ ചൊറിച്ചിലാണ്. ഇപ്പോഴും ആ ചൊറിച്ചിൽ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. പോലീസുകാർ ഈ പറയുന്നവരെ കരുതിക്കൂട്ടി ചെളിവാരിത്തേക്കാനാണോ ഇങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. ആദ്യം ഈ കലക്കവെള്ളം ഒഴിച്ചു, പിന്നീട് തങ്ങൾക്ക് നേരെ വന്നത് മഞ്ഞ നിറമുള്ളൊരു വെള്ളമാണ് എന്ന് പറയുന്നു. അപ്പോൾ ആ വരുൺ എന്ന് പറയുന്ന ആ ഒരു ജലപീരങ്കിയിൽ 2 തരത്തിലെ വെള്ളം ശേഖരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അതിന് അറകളുണ്ടോ എന്നൊക്കെയുള്ള സാങ്കേതിക ചോദ്യങ്ങളും വരുന്നു. എന്തായാലും ഈ സഖാക്കൾ ഇപ്പോൾ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.